എത്ര കാലം മുന്നോട്ട് പോയാലും ഒരു മാറ്റവും കാണാത്ത മേഖലയാണ് പോസ്റ്റ്മോർട്ടം കെയർ അഥവാ പ്രസവ രക്ഷാ ശുശ്രൂഷ. പലപ്പോഴും രക്ഷ ശിക്ഷയാവുന്നു എന്ന് പോലും മനസ്സിലാവാതെ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുന്ന സ്ത്രീ ഒടുവിൽ എത്തിപ്പെടുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ചേഞ്ചസിലേക്കാവും. ഈ ശുശ്രൂഷ ഒരു കാലത്ത് അനിവാര്യമായിരുന്നു. അന്ന് ഭൂരിഭാഗം സ്ത്രീകളും അണ്ടർ വെയിറ്റിലായിരുന്നു. മെഷീനറീസ് കുറവായതുകൊണ്ട് തന്നെ കായിക അധ്വാനവും ജോലി ഭാരവും കൂടുതലായിരുന്നു. അന്ന് സ്ത്രീക്ക് അല്പമെങ്കിലും റെസ്റ്റ്, കെയർ, ആവശ്യത്തിന് ഫുഡ് എല്ലാം ലഭിക്കുന്നത് ഡെലിവറിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ നോർമൽ ഹെൽത്തിലേക്ക് അല്പമെങ്കിലും എത്താനും പാലുണ്ടാവാനും ഇവ ചെയ്തിരുന്ന റോൾ ചെറുതല്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയിൽ ചുറ്റും കാണുന്ന സ്ത്രീകളിൽ 70% ഓവർ വെയിറ്റ് ആണ്. ജോലിഭാരം കുറവ്, എക്സസൈസ് ഇല്ലായ്മ, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. നോർമൽ വെയിറ്റിലുള്ള ഒരു സ്ത്രീക്ക് ഡെയിലി 2000 കിലോ കാലറിയാണ് വേണ്ടതെങ്കിൽ പാലുണ്ടാവാനായിട്ട് ഒരു 300 കിലോ കാലറിയാണ് എക്സ്ട്രാ വേണ്ടത്. എന്നാൽ ഡെയിലി 3000 തൊട്ട് 4000 വരെ നോർമൽ ആണെന്ന് കരുതി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ വേണോ? ഉള്ളത് കൂടി കുറയ്ക്കാനേ ഉള്ളൂ. പാലുണ്ടാവാനായി എടുക്കേണ്ടത് പ്രോട്ടീനും കാൽഷ്യം അടങ്ങിയ ഡയറ്റാണ്. മുട്ടയുടെ വെള്ള, ഫിഷ്, ചിക്കൻ, പാല്, മറ്റ് ഡയറി പ്രൊഡക്ട്സ്, പയർ, കടല, മറ്റു പയറുവർഗ്ഗങ്ങളൊക്കെയാണ്. എന്നാൽ ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നതോ 3 നേരം ചോറ്, എണ്ണയിലും നെയ്യിലും മറ്റും ഉണ്ടാക്കിയ മരുന്നുകളും മധുരപലഹാരങ്ങളും. ഇത് പാലുണ്ടാക്കാൻ ഉപകരിക്കില്ല എന്ന് മാത്രമല്ല കാലറീസ് കയറുന്നത് വഴി വെയിറ്റ് കൂടാനും കാരണമാവുന്നു. കൊടുക്കുന്ന ശുശ്രൂഷയല്ല, അത് എടുക്കുന്ന വ്യക്തിക്ക് ആവശ്യമാണോ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഓവറോൾ ഹെൽത്ത്, വെയിറ്റ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അനുസരിച്ചാണോ കൊടുക്കുന്നത് എന്നതിലാണ്. എല്ലാവർക്കും ഒരേ തോത് അതെങ്ങനെ ശരിയാവും? കാലം മാറി, കഥയും മാറണ്ടേ?